സോ ഈ ഞാനിപ്പോൾ നമ്മുടെ കേരള എടുത്തപ്പോഴേ അപ്പം ഈ കുറച്ച് നാളായിട്ട് എൻ്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൊക്കെ വന്നു തുടങ്ങിയ സാധനം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന്, പക്ഷേ ടിങ്കർ ഹബ് എന്ന് പറഞ്ഞൊരു എന്തുവാ ഒരു ഓർഗനൈസേഷൻ കൈൻഡ് ഓഫ് തിങ്, മനസ്സിലായി എന്ന് വെച്ചാൽ ഒരു സ്മോൾ ഓർഗനൈസേഷൻ ജസ്റ്റ് ടു എൻഹാൻസ് ദ സ്റ്റുഡൻസ് ഓഫ് കേരള മാത്രമാണോ എന്ന് അറിയത്തില്ല. ബട്ട് ബിഫോർ ദാറ്റ് വൺസ് അഗൈൻ വെൽക്കം ടു എൻ ന്യൂ എപ്പിസോഡ് ഓഫ് MAT++. എൻ്റെ കൂടെ അപ്പം ഇന്നും അരവിന്ദും അരുണും ആൻഡ് മൈസെൽഫ് അജോ. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളയുടെ സ്കിൽസ് ആൻഡ് വാട്ട് ആർ ദ ന്യൂ ഓർഗനൈസേഷൻസ് ദാറ്റ്സ് കം അപ്പ്. അപ്പം ബേസിക്കലി ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. But specifically about Tinker Hub, which I found it as interesting. അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും ഉള്ളതെന്ന്. അപ്പം ടിങ്കർ ഹബ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലിങ്ക്ഡിനിൽ കൂടെ കണ്ടു ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് ഇൻട്രസ്റ്റിംഗ്. എനിക്ക് പെട്ടെന്ന് ആക്ച്വലി ഓർമ്മ വന്നത് വെച്ചാൽ മറ്റേ മാഡ് ഹാക്സിനെ കുറിച്ച്. എന്ന് വെച്ചാൽ നമ്മൾ മാഡ് ഹാക്സ് എനിക്ക് നമ്മൾ ആദ്യം മാഡ് ഹാക്സ് എന്തുവായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് അപ്പം മാഡ് ഹാക്സ് ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഗ്രോ ചെയ്തതിന്റെ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കോളേജിലായിരുന്നപ്പോൾ നമുക്ക് മിസ്സായ കാര്യം നമ്മളിലേക്ക് ഒന്ന് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഓക്കെ ഇവർക്കിത് മിസ് ആവരുത് എന്നുള്ള ഒരു എയിമിൽ തുടങ്ങിയ സാധനമായിരുന്നു മാഡ് ഹാക്സ്. ബേസിക്കലി നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഇന്ററാക്ഷൻ ലെയർ ബിറ്റ്വീൻ നമ്മുടെ ആക്ച്വൽ ഇൻഡസ്ട്രിയും ഒരു കോളേജിൽ ഉള്ള ആ ഒരു ബേസിക്കലി നമുക്ക് അതായിരുന്നു ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ വന്നു ബിടെക് പഠിക്കുന്നു നമുക്ക് അറിയത്തില്ല എന്തുവാ അപ്പുറത്തെ സൈഡ് നടക്കുന്നതെന്നുള്ള. അപ്പം ആ ഒരു ഇന്റർഫേസിങ് ലെയർ നമ്മൾ ട്രൈ ചെയ്തൊന്ന് ഉണ്ടാക്കാൻ എനിക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ആ ഗ്രോ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ചു ഓക്കെ ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഇൻ എ ബെറ്റർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ എന്നൊക്കെ ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ ആർ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആക്ച്വലി മാഡ് ഹാക്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. മാഡ് ഹാക്സ് വരാൻ കാരണം മാഡ് ലാബ്സ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓർത്ത് ആ സബ്സിഡറി പോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് എനിക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തു സ്റ്റുഡൻസിനെ എല്ലാം. അപ്പൊ അതാണ് എനിക്ക് ആദ്യമേ ആക്ച്വലി ഓർമ്മ വന്നിട്ട്. അപ്പൊ ഞാൻ പിന്നെ ഇച്ചിരി ക്യൂരിയസ് ആയപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് നോക്കാം എന്താണ് വാട്ട് ആർ ദേ ഡൂയിങ് ആക്ച്വലി. ഞാൻ ആക്ച്വലി ടിങ്കർ ഹബ്ബ് കണ്ടത് സീറോദ ടിങ്കർ ഹബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ്. നമ്മുടെ നിഖിൽ കമ്മത്തും കൈലാഷ്നാഥും അവരെല്ലാം എന്തോ ഒരു നോൺ പ്രോഫിറ്റ് ഒരു വിങ് ഉണ്ട് സീറോദയ്ക്ക്. അപ്പൊ അവരിങ്ങനെ പല അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ആക്ച്വലി കുറെ യൂട്യൂബേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഫിനാൻഷ്യൽ ലേണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ കൂടെ ഇവര് ഇതിലും ഇൻവെസ്റ്റ് ചെയ്തു. ഓൾസോ കൈലാഷ്നാഥ് ഈ ഓപ്പൺ സോഴ്സ് അവരെനിക്ക് തോന്നുന്നു ഒരു പുതിയൊരു ഓപ്പൺ സോഴ്സിനകത്ത് തന്നെ നമുക്കിപ്പം നമ്മളൊരു ഓപ്പൺ സോഴ്സ് ലൈബ്രറി ഉണ്ടെങ്കിൽ ബേസിക്കലി നമുക്കൊരു .md ഫയലിൽ ചെയ്യാം. എന്നിട്ട് we can claim that we want funding. To develop this. Zerodha kind of came up with a format which they run across repositories to see whether this particular file is there. ആക്ച്വലി അവരുടെ ഫണ്ടിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അപ്പം സീറോദ ഒരു ഓപ്പൺ സോഴ്സ് പ്രോജക്ട് ഫണ്ടിങ് ഒരു കളക്റ്റീവ് ഉണ്ടാക്കി. സോ ഇഫ് യു ആർ എൻ ഓപ്പൺ സോഴ്സ് നമുക്ക് ആ ഓപ്പൺ സോഴ്സ് കളക്റ്റീവിലോട്ട് അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു .md ഫയൽ നിങ്ങളുടെ റെപ്പോസിറ്ററി കാണണം വിച്ച് കണ്ടെയ്ൻസ് വാട്ട് ഇസ് യുവർ പ്രോജക്ട് അബൌട്ട്, ഹൗ മച്ച് ഫണ്ടിങ് ഡു യു നീഡ് ആൻഡ് വൈ ഇസ് ദിസ് ഫണ്ടിങ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു സീറോദയുടെ സൈഡിൽ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യും. ബെറ്റർ ആവില്ല. അവര് ബേസിക്കലി അത് ആ .md അവർക്ക് അവിടെ ആ എന്തോ ഒരു സ്ക്രിപ്റ്റ് ആണോ എന്തോ മെത്തഡോളജി വെച്ചുകൊണ്ട് അവര് നോക്കും ഏതൊക്കെ റെപ്പോസിറ്ററീസിലാണ് ഈ പ്രാവശ്യം വന്നതെന്ന്. ബിക്കോസ് എന്തോ ഒരു പീരിയഡിലാണ് എനിക്ക് തോന്നിയത് റൺ ചെയ്യുന്നത്. അപ്പം ദാറ്റ്സ് ഹൗ. ആദ്യമായിട്ട് കേൾക്കുന്നത് കൈലാസ്നാഥിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു അവര് മറ്റേ ലൈബ്രറി അവർ സ്പോൺസർ ചെയ്തു. അപ്പം അത് ടോപ്പ് 5 ആ ലൈബ്രറിയുടെ അവിടെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. .md ഫയൽ ഉണ്ട് ആ റെപ്പോസിറ്ററിയിൽ.
പെഗിൽ ഈ ഫയൽ ഉണ്ടായിരുന്നോ? എന്നുവെച്ചാൽ FFmpeg എന്തിനാ ഈ ഫയൽ? അവർക്ക് അല്ലെങ്കിൽ ഇഷ്ടംപോലെ കോൺട്രിബ്യൂഷൻ സീറോദ ട്രാക്ക് ചെയ്യും അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ്. ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സിൽ അവർ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ട്രാക്കിങ്ങിന് അവരിങ്ങനെ ഒരു ഫോർമാറ്റ് ഇറക്കി. ലൈക്ക് ഇഫ് യു വാണ്ട് ടു അപ്ലൈ ജസ്റ്റ് ഫോളോ ദിസ് ഫോർമാറ്റ്, വിൽ കീപ് എ ട്രാക്ക് ഓഫ് ഇറ്റ്. എന്നിട്ട് അവർക്ക് ഈ റിക്വസ്റ്റ് വരും, അവരെന്നിട്ട് ഡിസൈഡ് ചെയ്യും ഈ മാസം അല്ലെങ്കിൽ ഈ ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഈ വർഷം ലൈക്ക് should we which are the projects that we are going to invest in. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറെ കേരളയിൽ നിന്നും കുറെ പ്രോജക്ട്സ് ഉണ്ടായിരുന്നു which was there in that list. അപ്പൊ അങ്ങനെയാണ് അവര്. സോ ഇതൊരു ഫോർമാറ്റ് എനിക്ക് തോന്നുന്നു കൈലാഷ് അതൊരു ലിങ്ക്ഡിൻ പോസ്റ്റിനകത്ത് ഇട്ടായിരുന്നു, ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഓപ്പൺ സോഴ്സ് ഫണ്ടിങ് ഫോർമാറ്റ് ഞങ്ങൾ ഇറക്കുക, wherein which we are allocating some certain amount of funds. അത് ഫണ്ട്സിനെ കുറിച്ചും ക്ലിയർ ആണ്, എത്ര ഫണ്ട് അവർ അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് അലോക്കേറ്റ് അതിനകത്ത് വഴിയാണ് ഫോസ് വഴിയാണ് എനിക്ക് തോന്നുന്നത് ടിങ്കർ ഹബിനും 1 crore കിട്ടി. പക്ഷെ ടിങ്കർ ഹബ് പക്ഷെ ഓപ്പൺ സോഴ്സ് ഉള്ള രീതിയല്ല, അല്ല അത് ഫോസ് വഴി വന്ന് ഫോസ് ആ ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ഫോഴ്സ് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. ലൈക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല, പക്ഷെ അതൊരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി വഴി നോൺ പ്രോഫിറ്റ് വഴി വന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനെയാണ് ഇവരുടെ വിങ് എസ്റ്റാബ്ലിഷ് ആയത്. സോ അതൊരു എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് കുറെ ഇന്ത്യൻ പ്രോജക്ട്സ് അവര് യൂസ് ചെയ്യുന്നത്. കാരണം കൈലാഷിന്റെ എനിക്ക് തോന്നുന്നു ദ മെയിൻ മോട്ടീവ് വാസ് whichever open they are running because of open source, right? So they found that without these open source technology or open source projects we wouldn't be existing. So we should give back in the context of Zerodha alle idu parayunnu, in the context of Zerodha. And I think that is not how Tinker Hub got in the name of FOSS. Because they are a non-profit but working as an open source kind of thing. Very non-profit ആണ് മേജർലി. അതുവഴി അവർക്ക് ഫണ്ടിങ് കിട്ടി. അപ്പം അതെനിക്ക് പിന്നായിരുന്നു മനസ്സിലായത്, എന്ന് വെച്ചാൽ ഇവരൊരു നോൺ പ്രോഫിറ്റ് ആണ്. ബിക്കോസ് ഐ വാസ് ഓൾവേസ് തിങ്കിങ് വാട്ട് ഈസ് ദ ബിസിനസ് മോഡൽ ബിഹൈൻഡ്. അത് എനിക്ക് ആക്ച്വലി നോൺ പ്രോഫിറ്റ് ആണ്, പക്ഷെ അവരെങ്ങനെ ആൾക്കാരെ എംപ്ലോയി, ഫോർ എക്സാമ്പിൾ ഇപ്പം മോസില്ല നോൺ പ്രോഫിറ്റ് ആണ്, പക്ഷെ അവർക്ക് എംപ്ലോയീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു എന്ത് പറഞ്ഞ CEO പോലെ ഒരാളുണ്ട്. അപ്പം എനിക്കറിയത്തില്ല അതെങ്ങനെ ആ ബിസിനസ് മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഞാൻ പിന്നെ ടിങ്കർ ഹബിനെ നോക്കിയപ്പം ഐ തിങ്ക് there are 2 co-founders. One is Meher and one is Abid. So I think both of them took this as a non-profit, but they have fundings coming from different other companies. അപ്പൊ അവർ ആ ഫണ്ടിങ് വെച്ച് എന്തോ ചെയ്യുന്നത്? അവർക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ബേസിക്കലി ടിങ്കർ ഹബ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. ഹാക്കത്തോൺസ് റൺ ചെയ്യും. അതിന് പ്രൈസ് മണി ഉണ്ട്. അപ്പൊ ആ പ്രൈസ് മണി ഒന്നും ഇവരല്ല ബേസിക്കലി സ്പോൺസേഴ്സ് വന്ന് അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഇവൻച്വലി ഇവര് എന്തോ നോക്കുന്നത് വെച്ചാൽ എല്ലാ കോളേജിലും ഇവർക്കൊരു അംബാസഡർ പോലെ കാണും. എന്ന് വെച്ചാൽ അമൽജ്യോതിയിൽ ഒരു ടിങ്കർ ഹബ് റെപ്രസെന്റേറ്റീവ് കാണും, ഷഹർദ കോളേജിൽ ഒരു ടിങ്കർ ഹബ് റെപ്രസെന്റേറ്റീവ് കാണും. അപ്പം അങ്ങനെ എവ്രിവെയർ യു ഹാവ് എ റെപ്രസെന്റേറ്റീവ്. ആ റെപ്രസെന്റേറ്റീവ് കാരണമാണ് ഇവരുടെ ആക്ടിവിറ്റീസ് പല കോളേജിൽ റൺ ചെയ്യും. അപ്പൊ ആ ആക്ടിവിറ്റീസ് റൺ ചെയ്യാൻ എനിക്ക് ഇച്ചിരി ഫണ്ടിങ് വേണം. അപ്പൊ ആ ഫണ്ടിങ് ഐ തിങ്ക് ഇറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഓൾ ഓഫ് ദീസ് ഓർഗനൈസേഷൻസ്. അപ്പൊ ഈ കോ-ഫൗണ്ടേഴ്സിന് എന്തെങ്കിലും എന്ത് പറഞ്ഞാൽ അവർക്ക് റെന്യൂമറേഷനോ കാര്യങ്ങളോ? അതെനിക്ക് കൂടുതലായിട്ട് നോൺ പ്രോഫിറ്റ് എന്ന് മീൻ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ എൻറ്റിറ്റി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല. But it doesn't mean that people will not get salaries. Okay. Because it's a body. Look, what is non-profit എന്ന് പറയുമ്പോൾ നമുക്കൊരു നമ്മുടെ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ റൺ ചെയ്യുമെന്ന്. പക്ഷെ ലുക്ക്, ഇത് നോൺ പ്രോഫിറ്റ് ഒരു കോസ്റ്റിന് വേണ്ടിയാണ് റൺ ചെയ്യുന്നത്. അപ്പൊ ഈ കോസ്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറെ കമ്പനീസ് ഉണ്ട്, മനസ്സിലായി? അവരാണ് ഈ കോസ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു റെന്യൂമറേഷൻ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ നോൺ പ്രോഫിറ്റ്സ് വർക്ക്. മനസ്സിലായി? എനിക്കൊരു മേ ബി ലൈക്ക് യു വാണ്ട് ടു ഹാവ് സം സ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി. So from your side it's like a philanthropy activity. But for them who's working under you, they still need money to run it. അവർക്ക് ബേസിക്കലി പൈസ വേണമല്ലോ. എങ്കിൽ ഇതിന് ലോജിക് ഇല്ല. ഓക്കെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് മോസിലയുടെ ഡീഫോൾട്ട് ബ്രൗസർ ഗൂഗിൾ ആക്കാൻ വേണ്ടി ഗൂഗിൾ ഒരു സ്പെസിഫിക് എമൗണ്ട് പേ ചെയ്യുന്നുണ്ട് മോസിലയ്ക്ക്. അപ്പൊ ഞാൻ ഓർക്കും ഓക്കെ മോസില പിന്നെ എങ്ങനെ നോൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവര് വേറെ ആൾക്കാരിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. സോ എനിക്കൊന്ന് ഇച്ചിരി ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ മേ ബി അവര് ആ ഫണ്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ആക്ടിവിറ്റിക്ക് ആയിരിക്കും. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇപ്പൊ ഗിറ്റ്ഹബിനകത്ത് നോക്കിയാലും മതി, നമ്മുടെ ഓപ്പൺ സോഴ്സ് കളക്റ്റീവ് മണി എന്തോത്തിനാ ഈ ഇപ്പൊ ഫോർ എക്സാമ്പിൾ Node.js ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിഗ് റെപ്പോസിറ്ററി അല്ലെങ്കിൽ വെബ് പാക്കിന്റെ ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞാലും
ആ കോൺട്രിബ്യൂട്ടേഴ്സിന് ഒരു റെന്യൂമറേഷൻ ഉണ്ട് ഒരു ലെവൽ കഴിയുമ്പോൾ. ആ റെന്യൂമറേഷൻ ഇവർക്ക് കിട്ടുന്നത് ബേസിക്കലി ഈ അതർ കമ്പനീസ് ഇവരെ ഫണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ഒരിക്കലും ആ റെന്യൂമറേഷൻ വരത്തില്ല. എന്നാലേ ആ കോൺട്രിബ്യൂട്ടർ പിന്നെയും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. ബിക്കോസ് ഐ നീഡ് സംതിങ്. ഡെവലപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് സോ അതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ടിങ്കർ ഹബും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ തിങ്ക് ലുക്ക് വെൻ യു ടേക്ക് കേരള I felt it very interesting because നമുക്കിപ്പം look the major problem is പല ആൾക്കാർക്കും കോഴ്സസിന് സ്പോൺസർ ചെയ്യാൻ പൈസ ഇല്ല, എന്നിട്ട് കോഴ്സസ് എടുക്കാൻ പൈസ കാണത്തില്ല, ഇല്ലെങ്കിൽ മോട്ടിവേഷൻ കാണത്തില്ല. അപ്പൊ ഇവരെന്തോ ചെയ്യുന്നത് വെച്ചാൽ ഇവരൊരു കമ്മ്യൂണിറ്റീനെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി കൊണ്ടുവന്നു, which makes a lot of sense as in like അവരതിനെ ലൈക്ക് ആ കമ്മ്യൂണിറ്റിക്ക് ഒരു ഗോളും വിഷനും വരാൻ നോക്കി. അപ്പം ഈ സ്റ്റുഡൻറ് ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിന് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇന്നോവേഷനും അതിനെ ഇവർ ഇഗ്നൈറ്റ് ചെയ്യാൻ നോക്കും ത്രൂ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. അത് ചിലപ്പോൾ ഹാക്കത്തോൺസ് ആയിരിക്കാം, ഇന്റേണൽ ക്യാമ്പയിൻസ് ആയിരിക്കാം, ഇന്റേണൽ പ്രോഗ്രാംസ് ആയിരിക്കാം. സോ ദർ ആർ മെനി തിങ്സ് ദാറ്റ്സ് ഗോയിങ് അലോങ്. വേറൊരു സാധനം ഇതറിഞ്ഞെന്ന് വെച്ചാൽ ഇവരിത് പഠിച്ചു കഴിഞ്ഞിട്ട് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദർ ലേണിംഗ് ഈസ് കമ്മിങ് ഫ്രം ബിൽഡ്. അതുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കോഴ്സ് പഠിച്ചിട്ട് ചെയ്യുന്ന പോലെ അല്ല. എന്ന് വെച്ചാൽ നീ പഠിക്കുന്നത് നീ അത് ഉണ്ടാക്കി പഠിക്കുക, ബിൽഡ് ഇറ്റ്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവർ ഹബ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് മറ്റേ നമ്മൾക്ക് ആന്ത്രിഷ് കാർപ്പത്തി അറിയത്തില്ല, ടെസ്ലയിലെ വൺ ഓഫ് ദ ഫസ്റ്റ് മറ്റേ അവരുടെ സെൽഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം റൺ ചെയ്ത ആള്, പിന്നെ ഓപ്പണിയുടെ ഏർലി എഞ്ചിനീയേഴ്സ്. അപ്പം പുള്ളിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, ഹൗ ടു ലേൺ. അപ്പം പുള്ളി പറഞ്ഞത് ലൈക്ക് ഒരു പ്രൊജക്റ്റ് എടുക്കുക, എന്നിട്ട് ഒരു വേർഡ് ഉണ്ടായിരുന്നു, അതെന്തോ ഷാലോ ആയിട്ടോ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ആ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക. Then don't compare yourself with others. Only compare yourself with yourself. So നമ്മൾ ഇന്നലത്തേലും നമ്മൾ ഇന്ന് ഇംപ്രൂവ് അത്രയും മാത്രം കമ്പയർ ചെയ്യുക. Then go in that cycle. എന്നിട്ട് ആ പ്രൊജക്ട് ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഈ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പുള്ളിയുടെ ലേണിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈൽ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ബിൽഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ബിക്കോസ് നമ്മൾ ബിൽഡ് ചെയ്യും, നമ്മൾ ഈ കോഴ്സ് കുറെ നേരം വീഡിയോയിൽ കാണുമ്പോൾ അബ്സോർബ് ചെയ്യണമെന്നില്ല. നമ്മൾ കുറെ മനസ്സിലാക്കുന്നു, നോട്ട്സ് എഴുതുന്നു, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം മേ ബി വി വോണ്ട് ഈവൻ ട്രൈ ഇറ്റ്. മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മൾ ജസ്റ്റ് പഠിക്കുക എന്നുള്ള പർപ്പസില്ല. പക്ഷെ ബിൽഡ് ചെയ്യുമ്പം ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബിക്കോസ് വി ഹാവ് എൻ എൻഡ് ഗോൾ. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അത് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല നീ ചിലപ്പോ ആ ഒരു പ്രോജക്റ്റ് റെഡിമെയ്ഡ് കാണണമെന്നില്ല. അപ്പൊ വി ഹാവ് ടു തിങ്ക് ഓഫ് അവർ ഓൺ ടു ഫിഗർ ഔട്ട് പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഈ ഇതെല്ലാം തുടങ്ങിയത്. ബേസിക്കലി ലിങ്ക്ഡിനിൽ ഒരു ക്യാമ്പയിൻ പോലെ ഇവർ റൺ ചെയ്തായിരുന്നു, സംതിങ് കോൾഡ് ആസ് യൂസ്ലെസ് പ്രോജക്ട്. ആദ്യമേ ആ ക്യാമ്പയിൻ കണ്ടപ്പോൾ യൂസ്ലെസ് like it's a little bit weird, like it doesn't make sense, right? Because useless എന്താണ് യൂസ്ലെസ് പ്രോജക്ട് എന്നാ പിന്നെ ഇവര് ആക്ച്വലി ഞാൻ അത് ഓർത്ത് ഇവര് ആരെയും കമന്റ് ഔട്ട് ചെയ്ത് ഒരു യൂസ്ലെസ് പൊട്ട പ്രൊജക്റ്റ്. സോ ഐ വാസ് തിങ്കിങ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഇവരൊരു ക്യാമ്പയിൻ ആണ്, യൂസ്ലെസ് പ്രോജക്റ്റ്. ഇപ്പം ഞാൻ പിന്നെ ഇത് ഇച്ചിരൂടെ ഇത് ചെയ്തപ്പം what I understood is like, look, with AI coding is like solved. ഇനി ആരും പ്രത്യേകം കോഡിങ് പഠിക്കാനോ, അൺലെസ് യു ഹാവ് ടു ലേൺ കോഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ബ്ലോക്കർ നൗ. ബിൽഡ് ഫേസിലോട്ട് മാറി. ബിക്കോസ് എനിക്കൊരു നമ്മളൊരു സാധനം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനുള്ള കോൺഫിഡൻസ് ഇപ്പം നമുക്കായി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇന്നോവേഷനും ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമ്മളിപ്പം നമ്മൾ എന്തോത്തിനാ തിങ്ക് ചെയ്യണ്ട, ബിക്കോസ് നമ്മളിപ്പോ എയോട് പറഞ്ഞാൽ മതി, അത് ഉണ്ടാക്കി തരും. സോ ഈ യൂസ്ലെസ് പ്രോജക്റ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോജക്റ്റിന് ഒരു പർപ്പസ് ഇല്ല. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ പ്രോഡക്റ്റ്, സോ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻ എവറി ഡേ ലൈഫ്. അത് തന്നെ ഒരു ഹാർഡ് പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ നമ്മളപ്പം ഇനി നമ്മൾ അത്രയും ചിന്തിക്കണം, വിച്ച് മേക്സ് ഇറ്റ് നോ സെൻസ്, ബട്ട് ഇറ്റ് ഈസ് ഇന്നോവേറ്റീവ്. അപ്പം ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവർ യൂസ്ലെസ് പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ ഇവർ ബേസിക്കലി സ്റ്റുഡൻസിനോട് പറഞ്ഞു യു ഹാവ് ടു തിങ്ക് ഇന്നോവേറ്റീവ്ലി ഓർ തിങ്ക് സംതിങ് വിച്ച് ഇസ് ഡിഫറെന്റ് ആൻഡ് ബിൽഡ് ഇറ്റ് ആൻഡ് ബിൽഡ് യൂസിങ് ടെക്നോളജി. അങ്ങനെ വന്നപ്പം ഞാൻ കുറെ പ്രോജക്ട്സ് കണ്ടു. അപ്പോൾ ബേസിക്കലി ഇന്ന് നമ്മുടെ കയ്യിൽ ഇത്ര പ്രോജക്ട്സ് ഒക്കെ ഉണ്ട്. And what we are going to do is basically we'll just check it out. എന്താണ് ഉണ്ടാക്കിയത്, because I felt it as like interesting.
എനിക്ക് അതെ, എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നും ആ പേര് കേൾക്കുമ്പോഴും. പ്രോജക്റ്റ് ഇവരെന്താണ് ചെയ്തേക്കുന്നത് എന്നുള്ള ഒരു സാധനം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. I think we can just dive into it. അപ്പൊ നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എനിക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ആണോ? യെസ്. അപ്പം സോ നമ്മളിപ്പം നമുക്ക് കുറച്ച് പ്രോജക്ട്സ് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ എന്തുവാ നമുക്ക് കിട്ടിയ ടാഗ്സ് ചെയ്യുന്ന ആൻഡ് ഐ തിങ്ക് ദീസ് ആർ ഡൺ ബൈ കപ്പിൾ ഓഫ് സ്റ്റുഡൻസ്. ചിലപ്പം ചില പ്രോജക്ട്സ് എനിക്ക് തോന്നുന്നു ഒരു ടീമായിട്ടായിരിക്കും ഇവർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ചില പ്രോജക്ട്സ് ഇവർ വൺ പേഴ്സൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ പ്രോജക്റ്റിൽ കൂടെ നമുക്ക് പോവാം and we can just see what is this project and how does it work and maybe if it's interesting or not. അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ മേസ് ഗെയിം. ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഓക്കെ സോ ടാഗ് ലൈൻ തന്നെ ലുക്സ് ലൈക്ക് എ ഗെയിം ഫീൽസ് ലൈക്ക് എ ഷിറ്റ്. ടാഗ് ലൈൻ തന്നെ ഭയങ്കര ഹാർഡ് കോർ ആണല്ലോ. ഡിസ്ക്രിപ്ഷനകത്ത് എ ബ്യൂട്ടിഫുള്ളി പോയിന്റ്ലെസ് മേസ് ഗെയിം വേർ ദ മേസ് മൂവ്സ് ബട്ട് യുവർ കർസർ സ്റ്റേ സ്റ്റക്ക്. പക്ഷേ നോക്കിയേ, നമ്മളിങ്ങനെ തിങ്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി. നമ്മളാണെങ്കിൽ അത് ഞാൻ ഈ ചില കാര്യങ്ങൾ ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്ക് അത് തോന്നി, ഇതൊക്കെ ഇവർ ചിന്തിച്ച് എങ്ങനെ എടുത്തു ലൈക്ക് ഇങ്ങനെ ഒരു അത് തന്നെ ഒരു ഇന്നോവേഷനാണ്. ഇപ്പം ഡോഡ്ജ് വാൾ സ്റ്റേ അലൈവ് ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ടു വിൻ Because there's no exit. ഓക്കെ ബിൽറ്റ് ജസ്റ്റ് ടു ഫ്രസ്ട്രേറ്റ് യു. അപ്പോൾ എല്ലാം ഡെവലപ്പർ എല്ലാം പറയുന്നുണ്ട് സൂക്ഷിച്ചാണ് ഇത് എടുക്കാൻ. ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ URL-ലോട്ട് പോവാം. ഓക്കെ സോ ഫാൻസി ഇത് മറ്റേ നമ്മുടെ ഒരു അല്ലല്ല, നമ്മൾ മറ്റേ ഒരു റൂമിനകത്ത് നമുക്ക് കേറാം. എസ്കേപ്പ് റൂം. എസ്കേപ്പ് റൂം. ഓക്കെ അങ്ങനെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈക്ക് ഓക്കെ സൗണ്ട് ഒക്കെ ഇതപ്പോ ഹിറ്റ് ചെയ്താ അവിടെ അതപ്പോ ഇങ്ങനെ തന്നെ പോകാം. അതെ, നീ എന്തിനാ അവിടെ കയറിയതാ? അല്ലേ പക്ഷേ അങ്ങനെ പോകാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇവിടുന്ന് വന്നാലും ഇതുണ്ട്, ഇവിടെ വന്നാലും ഇവിടെ തൊട്ടിട്ട് ഇവിടെ തന്നെ ഇറങ്ങും. ഓക്കെ I mean, like, there are many other entries, so many entries. ഇപ്പൊ let me try. പക്ഷേ ഇത് ഇവിടെ Oh, right, okay, ഇങ്ങനെയായിരുന്നു. അതും ഭയങ്കര ഗെയിമറാണ്. ഇവര് ജയിക്കത്തില്ലെന്നാ പറഞ്ഞത്. ജയിക്കും നോക്കാം. ഇൻവേർട്ടഡ് ആണ് നീ വെച്ചേക്കണേ. ഇൻവേർട്ടഡ് മൗസ് ആണ്. ഗെയിം ആദ്യമായിട്ട് ഈ ഉണ്ടാക്കിയവൻ സക്സസ്ഫുൾ ആയി. ഒരു ഗെയിമർ മറ്റേ ഇൻവേർട്ടഡ് ആയതുകൊണ്ട് ഭയങ്കര പാടാ. ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് കളിക്കുന്നത്. എക്സിറ്റ് കണ്ടുപിടിച്ചോ? അല്ല അവിടെ പറ്റൂലോ. മ്യൂസിക്കിന്റെ ടെമ്പോ കൂടുന്നുണ്ടോ? ശരിയാണോ? അതോ പുറത്തിറങ്ങി മേളിലോട്ട് വരാൻ പോവാ. അല്ലടാ സീരിയസ്ലി ഇത് ആക്ച്വലി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇതെന്നാണ് ഇത് ഔട്ട് ആവുന്നത്. വേണ്ട, ഞാൻ ഇത് ഓൾറെഡി ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ എക്സിറ്റ് ബാക്ക് ടു ഹോം. It was fun. I liked it. Actually, ഇത് നോക്കി ഇത് ലൈക്ക് റിയലി ആക്ച്വലി ഞാൻ ഓർത്ത് ഇത് ഫെയിൽ ആയി പോയി. കാരണം ഒത്തിരി അവൻ താഴോട്ട് പോയി. ആ ഒരു എൻട്രി പോയിന്റ് ഭയങ്കര കൂടുതലായിരുന്നു. അല്ലടാ, പക്ഷെ നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്ത് നോക്കണം. ആക്ച്വലി നമ്മൾ കുറെ തിങ്ക് ചെയ്യണം. ലൈക്ക് എങ്ങനെ നമ്മൾ ഒരു മെയ്സ് ഉണ്ടാക്കണം. ഫസ്റ്റ് ആ മെയ്സ് ഉണ്ടാക്കണം. ആ മെയ്സിനകത്ത് ഒന്നും എക്സിറ്റ് വരാൻ പാടില്ല. മെയ്സ് ജനറേറ്റഡ് ആയിരിക്കും പാത്ത്. നമുക്ക് അതിന്റെ കോഡ് കോഡ് നമുക്ക് റിവ്യൂ ചെയ്ത് ഇപ്പൊ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുമോ? കോഡ് ഞാൻ ചുമ്മാ രാജു ഇപ്പൊ എനിക്കൊന്ന് ഭയങ്കര എക്സ്പെർട്ട് ആണ്. ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും എന്താണ്. അത് പിന്നെ പണ്ടും അങ്ങനെ ഡോക്യുമെന്റ് വായിക്കത്തില്ലല്ലോ. അല്ല ഇതിനകത്ത് അത്യാവശ്യം നീറ്റായിട്ട് അവര് നല്ല നീറ്റായിട്ട് അവര് സബ്മിറ്റ് ചെയ്തു. ഇതാണ് ഫൈനൽ. ആക്ച്വലി വിൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നോ, ജസ്റ്റ് കിഡിങ്.
ആരോമൽ. It's good, it's nice. It's very good actually. ഇത് JavaScript, okay. HTML. ഓ വാനില ജാവാസ്ക്രിപ്റ്റിലാണ് എഴുതിയേക്കുന്നത്. ഓ ഫ്രെയിംവർക്സ് ഒന്നും ഇല്ല. ഇല്ല. ആ മെയ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാ? മെയ്സ് ഒരു PNG ആടാ. ഓ പറ്റി അതൊന്ന് ഓപ്പൺ ചെയ്ത. ഓ ഇറ്റ് ഈസ് ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ ഇത് ആക്ച്വലി നമ്മൾ പോകുമ്പം എഡ്ജസ് ഒക്കെ ഇപ്പൊ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ? ഓ ഓക്കെ. അപ്പൊ ഒരു പിക്ചറിനകത്താണ് ഇവര് എഡ്ജസ് ട്രാക്ക്. പക്ഷെ അതെങ്ങനെ അവരപ്പം ഡിറ്റക്ട് ചെയ്ത? മറ്റേ അതിനൊരു ലോജിക് ഉണ്ടല്ലോ, ലൈക്ക് ഇത്രയും % അത് ഇത് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓ എനിക്ക് എക്സാക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഞങ്ങളിങ്ങനെ ചില പ്രോജക്ട്സ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓ ഇവിടെ ഇതിനകത്ത് ഇവര് ബേസിക്കലി ഇമേജ് ലോഡ് ചെയ്തു ക്യാൻവസിനകത്താണ് ഇവരിടുന്നത്. ഓ നീ ക്യാൻവസിൽ കൂടെയാണ്. ഓക്കെ, എന്നാലേ കാണാം. ഞാനതാ ഓർക്കുന്നത്. ഇപ്പം ഇമേജിൽ കൂടെ എനിക്കത് ട്രാവൽ ചെയ്യണമെങ്കിൽ മൗസ് ട്രാക്ക് ചെയ്യണ്ടേ? അപ്പം ആ ഇമേജിനകത്ത് ആ ക്യാൻവസിനകത്തിരുന്നെങ്കിൽ മാത്രമേ എനിക്കിത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഇവരപ്പോ ക്യാൻവസിനകത്ത് റെൻഡർ ചെയ്യുന്നുണ്ട് മറ്റേ ഫെയിൽ കണ്ടീഷൻ. ഓ എന്നിട്ട് ഇവര് ഇത് ഡ്രോ ചെയ്യുന്നുണ്ടോ? വേണ്ട, ഡ്രോ മീൻസ് ഇവര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അല്ല ഇമേജ് പക്ഷേ അവർ ക്യാൻവസിനകത്ത് ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. ഇമേജ് ക്യാൻവസിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് സംതിങ് ഓഫ് ദാറ്റ്സ് വാട്ട് ദേ ആർ ഡൂയിങ്. ഓക്കെ, കണ്ട ഡ്രോ ഇമേജ് കണ്ട ആ ഇമേജ് എടുത്തിട്ട് പിന്നെ അതിനകത്ത് ആ ക്യാൻവസിനകത്തോട്ട് അത് ഇംപ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇമേജ് മണ്ടക്കായിരുന്നു. ദിസ് വെരി ഗുഡ്. നൈസ് ഗുഡ് ഗെയിം. യൂസ്ലെസ് ആണ്. യൂസ്ലെസ് ഇൻ ദ പോയിന്റ് ദാറ്റ് യു കൻ നെവർ വിൻ ദിസ് ഗെയിം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വിൻ ഗെയിമിനകത്ത് ഓക്കെ മനസ്സിലായി. അപ്പൊ ബേസിക്കലി അവർ റെഡ് ബോർഡറിൽ ആരെങ്കിലും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മെസ്സേജ് മാറ്റും. നൈസ് ഗുഡ്, റിയലി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരോമല്ലേ? നൈസ്. ആർഗോൺ ബി എന്നാണ് ഗിറ്റബ് യൂസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രൊജക്റ്റ്. ഓക്കെ, ദിസ് വാസ് വെരി ഗുഡ്. ഇത് മറ്റേ ആ ടേം പോലെ യൂസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി യു ആർ നോട്ട് ഗോയിങ് ടു വിൻ. ഓക്കെ, നെക്സ്റ്റ്. അരവിന്ദ് ഗ്രാബ് നമ്പേഴ്സ്. ഈ അരവിന്ദ്കാർ എപ്പോഴും മേജറാണ്, എപ്പോഴും മേജർ. നോക്കട്ടെ, ഈ പ്രോജക്റ്റ് നോക്കാം. ഇത് ഫാൻസി ആണല്ലോ. ഓക്കെ, ക്യാമറ ഒക്കെ ഓണാക്കാൻ പറയുന്നുണ്ട്. ക്യാമറ ഓണാക്കാം. ഓക്കെ, ടൈപ്പ് 3+4 യൂസിങ് ദി ഹാൻഡ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിൻ്റെ ജസ്റ്റർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ക്യാമറയ്ക്ക് അനുസരിച്ച് ദാറ്റ് ഇസ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 3 കണ്ടുപിടിക്കണം. 3 പോട്ടെ താഴെ അതിൽ ബോർഡറിന്റെ വെളി വന്നു തോന്നുന്നു. 6 ഇവനെ പൊട്ടറ്റോ പോലെ. 6 ഇനി അത് ബാക്ക് സ്പേസ് അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും ഔട്ട് ആവില്ല. എന്തൊക്കെ വരുന്നു? അതെ, മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നു. 3+4 ഇനി ഒരിക്കലും കിട്ടാൻ പറ്റത്തില്ല. അപ്പം ഫ്രഷ് 1 നോക്കും. 1 അല്ല, ഇത് എന്ത് ഓപ്പറേറ്റർ എന്ന് വന്നിരിക്കുന്നത്? ഇൻറ്റു ആണോ? അല്ല, മൈനസും ഇൻറ്റു. എങ്ങനെയാ മറ്റേ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇത് ഞാൻ റിഫ്രഷ് ചെയ്ത് നമുക്ക് അല്ല, ഇതാണ് ടൈപ്പ് 8/2 ടു പ്രൊസീഡ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റർ വെച്ചാ. അപ്പൊ ഓക്കെ ഗോട്ട് ഇറ്റ്. നീ ജസ്റ്റർ കാണിക്കും. ക്യാമറ അത് തന്നെ കണ്ടുപിടിക്കാൻ മറ്റേ അക്സെപ്റ്റ് ചെയ്ത് ഇത് ജസ്റ്റർ അതാണോ? ആണോ? ഒന്നുകൂടെ വായിക്കാം. അതെ, ശരിയാ. ഈ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. സോ ഇവര് പറയുന്നത് അരവിന്ദ് ആൻഡ് അർജുൻ അല്ലേ? Crab is a useless problem. That doesn't exist. Moving their fingers, pressing the real hard buttons. I provided them with a cardio workout that helped. Nice. അത് ഇവര് പറയുന്നില്ല ക്യാപ്ചർ ചെയ്യുന്ന എങ്ങനെയാണ്. താഴെ കാണുമായിരിക്കും. How to play with the draggable buttons, the hand control cursor using media pipe. How to play ഇല്ലല്ലോ. How to play ഇല്ല. പക്ഷെ ഇവന് 8/2
50s ഇവർക്കും കിട്ടിയില്ല. ഓക്കെ, അല്ല അതാണല്ലോ അതിന്റെ മേജർ. ഡെമോ വീഡിയോ കാണണോ? വീഡിയോ നോക്കട്ടെ. അല്ല പക്ഷെ നമുക്ക് ജസ്റ്റർ കാണാൻ പറ്റുമായിരിക്കോ? അതെ ഉണ്ട്. യെസ്. ഓ ഓക്കെ 3 ആണോ? ഇങ്ങനെയല്ലേ? ഇങ്ങനെ അല്ലല്ല 3 അവന് കിട്ടിയെന്ന് ക്യാപ്ചർ ചെയ്തു. ഓ അങ്ങനെ. അവന് തന്നെ പാടായിരിക്കും. ഓ അവനിനി ഓപ്പറേറ്റർ തപ്പുവാ. Okay, we got the idea. We can try it out now. അപ്പം നമുക്കത് ട്രൈ ചെയ്യാം. KP Come on, KP. എന്തോ 8/3 അല്ല 3+4 3. ഇതെന്തി ഫസ്റ്റ് ഡ്രാഗി. ഇത് ഫ്രണ്ടിലോട്ട് വെക്കണോ? ഓ സൈഡിൽ കൂടെയും ഇത് ഡിറ്റക്ട് ചെയ്തു കേട്ടോ. ഷോ ഇപ്പം മറന്നു. ഓക്കെ. ഓ ഇത് ഇങ്ങനെയല്ലേ പിടിക്കുന്നത്? KPയുടെ വലിയ കൈയുണ്ട്. KP നോ എടാ അവിടെ കണ്ട 3 അല്ലടാ അവിടെ പോകുന്നില്ല. ഫുൾ സ്ക്രീൻ കിട്ടി. യെസ്. ഇല്ല കിട്ടില്ല. യെസ്. വന്നോ? ഇല്ല. എടാ നീ ഒരു നമ്പറിനെ പോലും വിളിക്കുന്നില്ല. അല്ല ഞാൻ നിൽക്കുന്നുണ്ട് പക്ഷെ വരുന്നില്ല. യെസ്. നീ അടുത്തോട്ട് വരുമ്പോ അതങ്ങ് ഓടിപ്പോവാ. അതായിരിക്കും യൂസ്ലെസ്. നമ്പറിനെ കിട്ടുന്നില്ല. ആക്ച്വലി ഇത് ട്രോൾ ചെയ്യുന്നതാണോ അറിയാൻ പറ്റത്തില്ലയോ? എടാ കഥാവൻ പറഞ്ഞ കാർഡിയോ വർക്കൗട്ട് ആണ്. നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗുഡ് ഗെയിം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ലെറ്റ്സ് സീ ഇതിന്റെ ആ ജെസ്റ്റർ എനിക്ക് ഇതല്ലേ മറ്റേ നമ്മുടെ ആപ്പിളിനെ ഇവര് ഇതും വാനില വെച്ചാ ചെയ്തേക്കുന്നത്. അല്ല ആപ്പിളിന് മറ്റേ VR ഹെഡ്സെറ്റിന്റെ പേര് ആപ്പിൾ വിഷൻ. സെയിം. ഓക്കെ popup.js. ഓക്കെ ഓ ഇത് ജെമിനിയാ. ഫണ്ണി റോസ് ഫ്രം ജെമിനി. ഓക്കെ. ഫ്ലോട്ടിംഗ് ബട്ടൺസ്. ഓക്കെ അത് പോയി. കാൽക്കുലേറ്ററിന്റെ ലോജിക് ദാറ്റ് ഈസ് ഫൈൻ. കാൽക്കുലേറ്ററിന്റെ ലോജിക് സിമ്പിൾ ആയിട്ട് കാണരുത് കേട്ടോ. കാൽക്കുലേറ്റർ വൺ ഓഫ് ദി കോംപ്ലക്സ് മോസ്റ്റ് കോംപ്ലക്സ്. അതല്ലല്ലോ ഹാൻഡ് ഡിറ്റക്ഷൻ ആയിരുന്നു ഞാൻ നോക്കി. ഓ മീഡിയ പൈപ്പ് ഹാൻഡ്സ് എന്തായിരുന്നു? അതല്ല ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഓക്കെ പിഞ്ചിങ് ജസ്റ്റർ. അതെവിടെ കണ്ട? 121 ഇൻഡെക്സ് ടിപ്പ ഇൻഡെക്സ് ആൻഡ് തമ്പ. അത് നിനക്ക് എങ്ങനെ അറിയാം? എഴുതിയിട്ടുണ്ടോ? ഞാൻ ആരെ സ്കിപ്പ് ചെയ്തു. അല്ല മെയിൻ ലൈൻ സ്കിപ്പ് ചെയ്തു. അതെന്തോ ഓക്കെ അതെന്തോ എല്ലാം അതിന്റെ ഡെഫിനിഷൻ എന്തോ എല്ലാം 8 എല്ലാം എന്തോ മൾട്ടി ഹാൻഡ്ലഡ് ലാൻഡ് മാർക്സ്. ഓക്കെ ഇതായിരിക്കും ആ റിസൾട്ട് തരുന്നത്. ഓക്കെ ക്യാമറ സെറ്റപ്പ് വീഡിയോ. ഓക്കെ മീഡിയ ഡിവൈസസ് അവൻ ക്യാമറ ക്യാപ്ചർ ചെയ്യും. അത് എന്നിട്ട് അവൻ ഇതപ്പം ജെമിനൈക്ക് കൊടുക്കും. അല്ല അത് ആ ജോക്കിന് വേണ്ടി മാത്രമല്ലേ? ശരിയാ ജോക്കാണ് ക്രിയേറ്റ് ചെയ്തത്. നൈസ്. ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ്. ലൈക്ക് കണ്ട ഇപ്പൊ 2 പ്രോജക്റ്റും എനിക്ക് ഇൻട്രസ്റ്റിംഗ് യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ പോലും അല്ല ഇൻട്രസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളോട് ഇപ്പൊ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോ അത് ആക്ച്വലി ഒരു ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്താലേ നമ്മൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ലൈക്ക് ഈ ഒരു ഇതില് എനിക്ക് തോന്നുന്നു ഈ 2 പ്രോജക്ട്സും ഭയങ്കര സൂപ്പറായി. റിയലി എൻജോയ്ഡ്. ലൈക്ക് 2 ഡെവലപ്പേഴ്സ് ഇത് ഉണ്ടാക്കിയ 2 പേർക്കും ലൈക്ക് ഇറ്റ്സ് റിയലി ഷൗട്ട് ഔട്ട് ടു യു ഗൈസ്. ലൈക്ക് ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മുടെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇനി നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ഇനി നമ്മൾ ഒരു 2-3 പ്രോജക്ട്സ് റിവ്യൂ ചെയ്യാം. സോ ടിൽ ദെൻ ബൈ.